എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും SSLC ജോഗ്രഫിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഓണം പരീക്ഷയ്ക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ പാഠം ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കില്ല, അത് അടുത്ത പരീക്ഷയ്ക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 1, 2, 4 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പാഠം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. പരീക്ഷയുടെ മുന്നേ ആയിട്ട് നമുക്ക് നാലാമത്തെ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പാഠമാണ്. അപ്പം ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു നിഖിൽ ഷിബു എന്ന് പറയുന്ന ഒരാളുടെ ഒരു അനുഭവം എഴുതുന്നുണ്ട്. നമ്മളെല്ലാം വായിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് അതും വായിച്ചു പോവാം. ഓക്കെ, ഐ കെയിം ടു കാനഡ for higher education and staying in the province of New Brunswick. Now it is the starting of cold season here. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്, ഞാൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഇവിടെ വന്നതാണ്, ഞാൻ ന്യൂ ബേൺസ്വിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്, ഇവിടെ ഇപ്പോൾ തണുപ്പുകാലം കോൾഡ് സീസൺ തുടങ്ങി എന്നാണ് പറയുന്നത്. ദ മേപ്പിൾ ട്രീസ് ഹാവ് ബിഗൺ ടു ഷെഡ് ദെയർ ലീവ്സ് ഹെറാൾഡിങ് ദ അറൈവൽ ഓഫ് വിൻ്റർ. അപ്പോൾ ഈ വിൻ്റർ വരുന്നതിൻ്റെ മുന്നായിട്ട്, കോൾഡ് സീസൺ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ മേപ്പിൾ മരങ്ങളുണ്ട്. മേപ്പിൾ മരങ്ങൾ അതിൻ്റെ ഇലകളെല്ലാം പൊഴിച്ചു, ഷെഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ബട്ട് ദ പൈൻ ട്രീസ് സ്റ്റിൽ റിമൈൻ ഗ്രീൻ. എന്നാൽ അവിടെയുള്ള പൈൻ മരങ്ങൾ ഇപ്പോഴും പച്ചപ്പോട് കൂടിയിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വിൻ്റർ ബിഗിൻസ് ഹിയർ ഇൻ മിഡ് സെപ്റ്റംബർ മധ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ ശൈത്യകാലം അഥവാ ഈ കോൾഡ് സീസൺ ആരംഭിക്കാറ്. ഇറ്റ് പീക്സ് ബൈ ദ എൻഡ് ഓഫ് ജാനുവരി ആൻഡ് ഗ്രാജുവലി കൂൾസ് ഓഫ് ടു ആൻഡ് എൻഡ് ബൈ ഏപ്രിൽ. ജനുവരി ആകുമ്പോഴത്തേക്ക് അത് വലിയ ഉയരത്തിലേക്ക്, അതിൻ്റെ പീക്കിലേക്ക് പോവുകയും ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് അത് അവസാനിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ദ ആവറേജ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ദിസ് പീരീഡ് ഈസ് -20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ക്യാൻ ടച്ച് ആസ് ലോ ആസ് -35 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ രീതിയിൽ ഇവിടെ തണുപ്പ് കാലത്ത് -20 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. അതുപോലെ തന്നെ അത് പരമാവധി -35 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ തണുപ്പ് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഓർക്ക് മൈനസാണ് കേട്ടോ. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ വിൻ്റർ ഈസ് ദ കോൾഡ് വിൻഡ്. ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ തണുപ്പ് കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള തണുത്ത കാറ്റുകളാണ്, കോൾഡ് വിൻഡുകളാണ്. ദർ വിൽ ബി ഹെവി സ്നോഫോൾ ഡ്യൂറിങ് ദിസ് ടൈം. മാത്രമല്ല വലിയ സ്നോഫോൾ, മഞ്ഞ് വീഴ്ചയും ഈ ടൈമിൽ ഉണ്ടാവാറുണ്ട്. 40 to 50 സെൻറ്റിമീറ്റർ ഓഫ് സ്നോ വിൽ അക്യുമുലേറ്റ്. 40 മുതൽ 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ വീണ മഞ്ഞല്ല ഇങ്ങനെ കൂടി നിൽക്കാറുണ്ട്. നമ്മൾ വാതിലൊക്കെ തുറക്കുമ്പോൾ മഞ്ഞാണ് കാണാൻ പറ്റുക. വൺ ഹാസ് ടു വിയർ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് ടു സർവൈവ് വിൻ്റർ കണ്ടീഷൻസ്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നിന്ന്, ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നിലധികം വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. വിത്തൗട്ട് എ ജാക്കറ്റ്, ഒരു ജാക്കറ്റ് കൂടാതെ ഗ്ലൗസ് ആൻഡ് ഫുഡ് വെയർ ഇറ്റ് ഈസ് എ മസ്. അതായത് ഈ പറയുന്ന ജാക്കറ്റോ ഗ്ലൗവും വലിയ ഫുഡ് വെയർ ഒന്നും ധരിക്കാതെ പുറത്തിറങ്ങാനുള്ളത് വലിയൊരു ആലോചിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ്. ഹീറ്റേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. എല്ലാ വീടുകളിലും ഹീറ്ററുകൾ, ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറ്റുന്ന ഹീറ്ററുകളുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും തണുപ്പാണ്. ആസ് ദ മന്ത് ഓഫ് മെയ് ബിഗിൻസ്, മെയ് മാസം ആകുമ്പോൾ തുടക്കത്തിൽ ദ ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ടു റൈസ് ആൻഡ് ബൈ ഓഗസ്റ്റ് ഇറ്റ് മേ റീച്ച് അപ് ടു 30 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഈ മെയ് മാസം ഏപ്രിലോട് കൂടിയിട്ട് കോൾഡ് എൻഡ് ആവും. മെയ്യിൽ എന്ത് ചെയ്യും, ഈ പിന്നെ സമ്മർ അതായത് ചൂടുകാലം ആരംഭിക്കുകയും ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ, ഓഗസ്റ്റ് വരെയൊക്കെയാണ് അത് നീങ്ങുക. അപ്പോൾ ഓഗസ്റ്റോട് കൂടി ആകുമ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഡേ ടൈം ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഡ്യൂറിങ് സമ്മർ സീസണിൽ പകൽ സമയം എന്ന് പറയുന്നത് ചൂടും ഒരു ഹ്യൂമിഡ്, അതായത് ഒരു വെള്ളത്തിൻ്റെ ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ആൻഡ് സംടൈംസ് ഇറ്റ് ഈവൻ റെയിൻസ്. ചില സമയത്ത് ഇവിടെ മഴയും ഈ വേനൽക്കാലത്ത് പെയ്യാറുണ്ട്. തിൻ ക്ലോത്ത്സ് വിൽ സർഫിസ് ഇൻ വിൻ്റർ. ഈ പറയുന്ന വിൻ്റർ ടൈമിൽ എന്താ പറയുക, നമുക്ക് ഈ നല്ല എന്താ പറയുക കട്ടിയുള്ള വസ്ത്രങ്ങളും, എന്നാൽ സമ്മറിൽ അവർക്ക് എന്തും വേണം, ചെറിയ വസ്ത്രങ്ങളും മതി എന്നാണ് ഇവിടെ. തിൻ ക്ലോത്ത്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നേർത്ത വസ്ത്രങ്ങൾ മതി. അത് വിൻ്ററിലല്ല, അത് സമ്മറിൽ നേർത്ത വസ്ത്രങ്ങൾ മതി. വിൻ്ററിലാണ് മറ്റേ കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ വേണ്ടത്. ഡിഡ് യു റീഡ് ദ നോട്ട്? നിങ്ങൾ ഈ നോട്ട് വായിച്ചില്ലേ?
ഈസ് ദ ക്ലൈമറ്റ് വേർ നിഖിൽ ഈസ് റിസൈഡിങ് സിമിലർ ടു അവേഴ്സ്? നമുക്കുള്ള അതേ ക്ലൈമറ്റ് തന്നെയാണോ നിഖിൽ താമസിക്കുന്ന സ്ഥലത്തുള്ളത്? നിഖിൽ കാനഡയിലാണ് താമസിക്കുന്നത്. നമ്മുടെ ജാനമൻ സിനിമയിലൊക്കെ നമ്മുടെ ബേസിൽ ജോസഫ് മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു സിനിമയിലെ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. നമ്മളുടെയുമായിട്ട് സിമിലർ ആണോ നിഖിലിൻ്റെ? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ക്ലൈമറ്റും നിഖിൽ താമസിക്കുന്ന കാനഡയിലെ ക്ലൈമറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഈ പറയുന്ന പോലത്തെ തണുപ്പ് ഇത്രയും മൈനസിലേക്കൊന്നും നമ്മളുടെ പോവാറില്ല. പിന്നെ നമ്മുടെ ആവറേജ് ടെമ്പറേച്ചറൊക്കെയാണ് 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ. അതാണ് അവിടുത്തെ മാക്സിമം വേനൽക്കാലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അനലൈസ് ദ റൈറ്റിംഗ് ബേസ്ഡ് ഓൺ ദ വെതർ എലമെൻറ്റ്സ് ഗിവൻ ബിലോ. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് നോക്കി വെക്കാം. ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട് അല്ലേ. അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ സ്നോഫോളാണ്, നമുക്ക് ഇവിടെ എന്താണ് റെയിൻഫോളാണ്. വിൻഡ് വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഡിഡ് യു നോട്ടീസ് ദാറ്റ് ന്യൂ ബേൺസ്വിക്ക് വേർ നിഖിൽ ലിവ്സ് എക്സ്പീരിയൻസ് സിവിയർ വിൻറ്റേഴ്സ് ആൻഡ് സ്നോഫോൾ? അല്ലേ, നമുക്ക് ഈ ബേൺസ്വിക്കിൽ നിഖിൽ താമസിക്കുന്ന കാനഡയിലെ ഈ ബേൺസ്വിക്കിൽ നമ്മൾ നോക്കിയപ്പോൾ സിവിയർ ആയിട്ടുള്ള എന്തുണ്ട്, വിൻ്ററും സ്നോഫോളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി എടുത്തു. ഈസ് ദ ക്ലൈമറ്റ് സെയിം എവരിവെയർ ഇൻ ദ വേൾഡ്? ലോകത്തെല്ലായിടത്തും ഒരേ ക്ലൈമറ്റാണോ ഉള്ളത്? ലോകത്തെല്ലായിടത്തും ഒരേ ഈ നിഖിലിൻ്റെ പോലുള്ള ക്ലൈമറ്റാണോ ഉള്ളത്? അല്ല. നമ്മുടെ ക്ലൈമറ്റും നിഖിലിൻ്റെ ക്ലൈമറ്റ് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ മനസ്സിലായി ലോകത്തുള്ള നമ്മൾ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള ക്ലൈമറ്റല്ല നിഖിൽ താമസിക്കുന്ന കാനഡയിലെ ക്ലൈമറ്റ്. അതായിരിക്കില്ല ഒരു പക്ഷേ വേറൊരു രാജ്യത്ത്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരേ ക്ലൈമറ്റല്ല ഉള്ളത്. നോട്ട് ദ പോയിൻറ്റ്. ലോകത്തെല്ലായിടത്തും ഒരേ ക്ലൈമറ്റല്ല ഉള്ളത്, സെയിം അല്ല. സം പ്ലേസസ് എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ആൻഡ് സ്നോഫോൾ. ചില സ്ഥലങ്ങളിൽ വലിയ തണുപ്പാണ്, അതിശൈത്യമാണ്, അതുപോലെ തന്നെ സ്നോഫോളുമാണ്, മഞ്ഞ് വീഴ്ചയുമാണ്. വെറാസ് ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് അറിഡ് എൽസ്വെയർ. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലോ വളരെ ചൂടുള്ള അറിഡായി കിടക്കുന്ന വളരെ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ദർ ആർ ഓൾസോ ഏരിയാസ് വിത്ത് മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. എന്നാൽ മറ്റ് സ്ഥലങ്ങൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിഡിൽ നിൽക്കുന്ന, അതായത് മോഡറേറ്റ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഉള്ള സ്ഥലങ്ങളുണ്ട്. ഒരു മിതമായ രീതിയിൽ ചൂടും തണുപ്പും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അവർ എർത്ത് ഈസ് എൻറിച്ച്ഡ് വിത്ത് സച്ച് ഡൈവേഴ്സ് ക്ലൈമറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വളരെ വൈവിധ്യങ്ങളുള്ള ക്ലൈമറ്റുകൾ നിറഞ്ഞൊരു ഗ്രഹമാണ്. യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് വെതർ എലമെൻറ്റ്സ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. നമ്മൾ ഏതൊക്കെയാണ് അത്തരം വെതർ എലമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഫ്ലക്ച്വേഷൻസ് in elements of weather such as temperature and precipitation, the world can be divided into different climatic regions. നമുക്ക് ഇവിടം തൊട്ടിട്ടാണ് നമുക്ക് നമ്മുടെ പാഠം ആരംഭിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ലോകത്തെല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് അല്ല ഉള്ളത്, ഒരേ വെതർ കണ്ടീഷൻസ് അല്ല ഉള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എലമെൻറ്റ്സ് ഓഫ് വെതർ, ഈ വെതർ എലമെൻറ്റ്സിൽ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ, ഫ്ലക്ച്വേഷൻസ് എല്ലായിടത്തും ഒരുപോലെയല്ല. ചില സ്ഥലത്ത് വളരെ കൂടുതലാണ്, ചൂട് വളരെ കൂടുതലാണ്, ചില സ്ഥലത്ത് തീരെ ചൂട് കുറവാണ്, ചില സ്ഥലത്ത് മോഡറേറ്റ് ആണ്, എന്നാൽ ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് കൂടുതലാണ്, കുറവായിരിക്കും. അങ്ങനെ ചില ടൈമിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ ഈ പറയുന്ന വെതർ എലമെൻറ്റ്സിൽ ഈ വലിയ അളവിൽ ഫ്ലക്ച്വേഷൻസ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. അതായത് ഈ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിലും പ്രസിപ്പിറ്റേഷൻ ചൂട് നോക്കുകയാണെങ്കിലും ഈ മഴ അല്ലെങ്കിൽ സ്നോഫോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് കാറ്റഗറി ചെയ്യാം. നമുക്ക് ലോകത്തെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഒരു ക്ലൈമാറ്റിക് റീജിയൻ? അപ്പോൾ എന്താണ് ക്ലൈമാറ്റിക് റീജിയൻ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ഫസ്റ്റ് നേരിടാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഒരു ക്ലൈമാറ്റിക് റീജിയൻ? ഓക്കെ, എ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ്. ഇതാണ് അതിൻ്റെ ഉത്തരം. നോക്കൂ, എന്താണ് ഒരു ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ഏരിയയാണ്, ഒരു വലിയ ഒരു ഭൂപ്രദേശമാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ്. ഒരേപോലെയുള്ള ക്ലൈമാറ്റിക് ഫീച്ചേഴ്സുകൾ, ഒരേപോലെയുള്ള കാലാവസ്ഥാ സവിശേഷതകൾ ഉള്ള വലിയ ജോഗ്രഫിക്കൽ ഏരിയകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ക്ലൈമാറ്റിക് റീജിയനാണെന്ന് വിളിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ട് എ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അടയാളപ്പെടുത്തി, ബി എന്ന് പറഞ്ഞ സ്ഥലം അടയാളപ്പെടുത്തി, ഇവിടെ സി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം
ലോകത്തിൻ്റെ ഈ ഭാഗത്താണ് കിടക്കുന്നത്, ഡി ഇവിടെയാണ് കിടക്കുന്നത്, ബി ഇവിടെ കിടക്കുക. ഓക്കെ, ഇങ്ങനെ പല പല ഭാഗത്താണ് കിടക്കുന്നത്. ഇനി ഞാൻ പറയുകയാണ്, എ എന്ന് പറയുന്ന ഈ ജോഗ്രഫിക്കൽ ഏരിയയിലും ഡി എന്ന് പറയുന്ന ഈ ജോഗ്രഫിക്കൽ ഏരിയയിലും സിമിലർ ക്ലൈമാറ്റിക് റീജിയനാണ്, സിമിലർ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ഡി എയും നമുക്ക് ഒരു ക്ലൈമാറ്റിക് റീജിയനായിട്ട് പറയാം. ഇനി ഞാൻ പറയുകയാണ്, സി എന്ന് പറഞ്ഞ സ്ഥലത്തും എഫ് എന്ന് പറഞ്ഞ ഈ ജോഗ്രഫിക്കൽ ഏരിയയിലും സി എന്ന് പറഞ്ഞ ജോഗ്രഫിക്കൽ ഏരിയയിലും എഫ് എന്ന് പറഞ്ഞ ജോഗ്രഫിക്കൽ ഏരിയയിലും ഒരേപോലത്തെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സാണ്, കാലാവസ്ഥ സവിശേഷതകളാണ് എന്നുണ്ടെങ്കിൽ സിയെയും എഫിനെയും ചേർത്തിട്ട് ഒരു ക്ലൈമാറ്റിക് റീജിയനായിട്ട് പറയാം. ഇങ്ങനെ ലോകത്ത് എവിടേക്കാണോ ഒരേപോലത്തെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഉള്ളത് അവരെയെല്ലാം ആ ഒരു എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ആ ഒരു വലിയ ഭൂപ്രദേശങ്ങളെ ചേർത്തിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇതെല്ലാം ഒരു ക്ലൈമാറ്റിക് റീജിയനാണെന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് അങ്ങനെ മൊത്തത്തിൽ ലുക്ക് അറ്റ് സം ഓഫ് ദ മേജർ ക്ലൈമാറ്റിക് റീജിയൻസ്, ലോകത്ത് മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 എണ്ണമാണ്. 8 ക്ലൈമാറ്റിക് റീജിയൻസ് ആണുള്ളത്. നോക്കൂ, 1 ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, 2 മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, 3 സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, 4 ഹോട്ട് ഡെസേർട്സ്, 5 ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്, 6 മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, 7 ടൈഗ റീജിയൻ, 8 ടുണ്ട്ര അല്ലെങ്കിൽ തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ, ടണ്ട്ര എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 8 ക്ലൈമാറ്റിക് റീജിയൻസുകളായിട്ട് 8 ക്ലൈമാറ്റിക് ഡിവിഷൻസുകളായിട്ട് നമ്മൾ മേജർ ക്ലൈമാറ്റിക് റീജിയൻസായിട്ട് വേൾഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇവ ഓരോന്നും നോക്കൂ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്സ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, ടൈഗ റീജിയൻ, തുന്ദ്ര റീജിയൻ. ഇങ്ങനെ ഈ 8 ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത്. ഇതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഒരു ക്ലൈമാറ്റിക് റീജിയൻ്റെ പ്രത്യേകത എന്താ, അതൊരു ഒരേപോലത്തെ സിമിലർ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ജോഗ്രഫിക്കൽ ഏരിയ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ. അതിൽ എന്തുണ്ടാവാം, ഒരു രാജ്യം ഉൾപ്പെടാം, ഒന്നിലധികം രാജ്യങ്ങൾ വരും, ഒന്നിലധികം കോണ്ടിനെൻറ്റുകൾ വരും. ഒരു കോണ്ടിനെൻറ്റിലെ തന്നെ ചില രാജ്യങ്ങൾ ചില ക്ലൈമാറ്റിക് റീജിയനിലും ചില രാജ്യങ്ങൾ വേറെ ക്ലൈമാറ്റിക് റീജിയനിലുമായിരിക്കും. അപ്പം ഇങ്ങനെ ആണ് നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസിനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏഷ്യ എന്ന് പറയുന്നൊരു കോണ്ടിനെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഒരു ക്ലൈമാറ്റിക് റീജിയൻ വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം, വേറെ ക്ലൈമാറ്റിക് റീജിയൻ വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. ഏഷ്യയിലെ അതേ ക്ലൈമാറ്റിക് റീജിയൻ വരുന്ന യൂറോപ്പിലെ ചില സ്ഥലങ്ങളുണ്ടായിരിക്കാം, ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളുണ്ടായിരിക്കാം, ഓസ്ട്രേലിയയിലെ ചില സ്ഥലങ്ങളുണ്ടായിരിക്കാം, അതേപോലെ തന്നെ നോർത്ത് അമേരിക്കയിൽ വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം, സൗത്ത് അമേരിക്കയിൽ വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു കോണ്ടിനെൻറ്റിലെ തന്നെ ഒരു കോണ്ടിനെൻറ്റിലെ രാജ്യങ്ങൾ തന്നെ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്ത് പോവാം. ഈച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് ക്ലൈമറ്റ്. ഓരോ ക്ലൈമാറ്റിക് റീജിയനും അതിൻ്റേതായിട്ടുള്ള യുണീക്ക് ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതിന് മാത്രമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഫ്ലോറ ആൻഡ് ഫോണ ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്. അതിനനുസരിച്ചിട്ട് ആ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ഫ്ലോറ ആൻഡ് ഫോണ ആയിരിക്കും ആ രാജ്യത്ത് ആ ക്ലൈമാറ്റിക് റീജിയനിൽ ഉണ്ടായിരിക്കുക. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ സസ്യജന്തുജാലങ്ങൾ. ഇത്തരത്തിൽ ആ ക്ലൈമറ്റിന് മാത്രം യുണീക്കായിട്ടുള്ള സസ്യജന്തുജാലങ്ങൾ ഫ്ലോറയും ഫോണകളുമാണ് ഉണ്ടായിരിക്കുക. ഹ്യൂമൻ ലൈഫ് ഓഫ് ദ റെസ്പെക്റ്റീവ് ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ഓൾസോ മോൾഡഡ് അക്കോർഡിംഗ് ടു ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഈ ഇതിനനുസരിച്ച് ആ ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നതും ഈ ക്ലൈമാറ്റിക് റീജിയൻ അനുസരിച്ചിട്ട് രൂപപ്പെട്ടതായിരിക്കും, മോൾഡ് ചെയ്യപ്പെട്ടതായിരിക്കും. അപ്പം ഇവിടെ ഉള്ള ക്ലൈമറ്റ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണ, അതനുസരിച്ചിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതനുസരിച്ചുള്ള ഹ്യൂമൻ ലൈഫ്, അതനുസരിച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങളും ഈ ക്ലൈമറ്റിനെ ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിലും ഒക്കെ ഈ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്, ഈ 8 എണ്ണത്തിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് ക്ലൈമറ്റാണ്, ഏതൊക്കെ ക്ലൈമാറ്റിക് റീജിയൻസിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയി കിടക്കുന്നത്, അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, അവിടുത്തെ അഗ്രികൾച്ചർ ഇതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ ഓരോ ക്ലൈമാറ്റിക് റീജിയൻ പറയുമ്പോഴും നിങ്ങൾ ആ ക്ലൈമാറ്റിക് റീജിയൻ്റെ പേരെഴുതുക. പിന്നെ അത് ഏത് ലാറ്റിറ്റ്യൂഡിൽ, അത് ഏത് ലൊക്കേഷനിലാണ് വരുന്നത്, ഭൂമിയിൽ ഏത് ലൊക്കേഷനിലാണ് വരുന്നത്, ഇനി അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്,
അവിടെ എത്രയാണ് ആനുവൽ റെയിൻഫോൾ ലഭിക്കാറുള്ളത്, അവിടെ കൃഷി ചെയ്യുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, അവിടെയുള്ള സസ്യങ്ങളും അവിടെയുള്ള ജന്തുക്കളും ഏതൊക്കെയാണ്, പിന്നെ അവിടെ അതിന് മാത്രമായിട്ട് എന്തെങ്കിലും യുണീക്ക് ഫീച്ചറുകളുണ്ടോ, അവിടെ മാത്രം എന്തെങ്കിലും യുണീക്ക് ഫീച്ചറുകളുണ്ടോ, ഇങ്ങനെ ഒരു ടേബിളായിട്ട് നിങ്ങൾ നമ്മളിനി അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്ന ഈ 8 എണ്ണത്തിനെയും നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കിവിടെ വലിയ അളവിൽ വരച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെ ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചാലും മതി. എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയാൽ മാത്രം മതി, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ഇത് ഞാനൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പരിചയപ്പെടാം.